السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. സ്നേഹാദരവുകൾ നിറഞ്ഞ സയ്യിദന്മാരെ, ഉസ്താദ്മാരെ, സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, ഇന്ന് അറഫ ദിനമാണ്. മക്കയിലും മറ്റ് ഗൾഫ് രാജ്യങ്ങളിലും ഹജ്ജിൻ്റെ കർമ്മങ്ങളിൽ ഏറ്റവും മുഖ്യമായ ഒരു അമലാണ് അറഫ. അറഫ സംഗമം നടത്താത്തവർക്ക് ഹജ്ജില്ല. ഈ ഹജ്ജിനെ സംബന്ധിച്ച് ഏകദേശം 4000 വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിളംബരം ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. സൂറത്ത് ഹജ്ജിൽ 27-ാമത്തെ ആയത്താണത്. അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജി യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. 4000 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഇന്നത്തെ ഈ കാണുന്ന സാങ്കേതികമായ വിദ്യകളൊന്നും രൂപപ്പെടാത്ത, വിശാലമാകാത്ത അക്കാലത്ത് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വഅദ്ദിൻ നാദി ഫിന്നാസ്, ജനങ്ങളിൽ നിങ്ങൾ വിളംബരം ചെയ്യുക ഇബ്രാഹിം നബിയെ. എന്തുകൊണ്ടാണ് നിങ്ങൾ വിളംബരം ചെയ്യേണ്ടത്? ബിൽ ഹജ്ജി, ഹജ്ജ് കൊണ്ട്. ഹജ്ജ് എന്ന് പറയുന്ന ഒരു സൽക്കർമ്മമുണ്ട് ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ. ആ ഹജ്ജിൻ്റെ കാര്യം നിങ്ങൾ വിളംബരം ചെയ്യണം. എങ്ങനെയാണിത് സംഭവിക്കുന്നത്? ഫനാദ അലാ ജബലി അബീ ഖുബൈസ്. അബീ ഖുബൈസ് എന്ന് പറയുന്ന പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിളിക്കുകയാണ്, അള്ളാഹു പറഞ്ഞതനുസരിച്ച്. എന്താ ഇബ്രാഹിം നബി അലൈഹി സ്വലാം വിളിച്ചത്? യാ അയ്യുഹന്നാസ് ഇന്ന റബ്ബക്കും ബനാ ബൈതൻ വഔജബ അലൈക്കുമുൽ ഹജ്ജ ഇലൈഹി ഫഅജീബൂ റബ്ബക്കും. ഏ ജനങ്ങളെ, ഇന്ന റബ്ബക്കും ബനാ ബൈതൻ, ഒരു ഭവനം നിങ്ങളുടെ റബ്ബ് എടുത്തിരിക്കുന്നു, അഥവാ പണിഞ്ഞിരിക്കുന്നു, പണി പൂർത്തിയാക്കിയിരിക്കുന്നു, അഥവാ കഅബാലയം. കഅബാലയമാകുന്ന അള്ളാഹുവിൻ്റെ ഒരു ഭവനം അവൻ പണി കഴിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ വഔജബ അലൈക്കുമുൽ ഹജ്ജ ഇലൈഹി, ആ ഭവനത്തിലേക്ക് നിങ്ങൾ ഹജ്ജ് നിർവഹിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിൻ്റെ വിളിക്ക് നിങ്ങൾ ഉത്തരം നൽകേണ്ടതുണ്ട്. ഫഅജീബൂ റബ്ബക്കും, നിങ്ങളെ റബ്ബിന് നിങ്ങൾ ഉത്തരം നൽകുക. ഇതാണ് വിളിക്കാൻ പറഞ്ഞത്. എന്നിട്ടോ അൽതഫത്തു ബിവജ്ഹിഹി, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മുഖം കൊണ്ട് തിരിഞ്ഞു. യമീനൻ വ ശിമാലൻ, ഇടതോട്ടും വലതോട്ടും, വ ശർഖൻ വ ഗർബൻ, പടിഞ്ഞാറ് ഭാഗത്തും കിഴക്ക് ഭാഗത്തും വലതുഭാഗത്തും ഇടതുഭാഗത്തും ഇങ്ങനെ തിരിഞ്ഞു നിന്നുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹു പറഞ്ഞ കാര്യം, കൽപ്പന ശിരസാവഹിച്ചു, വെളിയാളം കൊടുത്തു. ഫഅജാബഹു കുല്ലു മൻ കതബ ലഹു അൻ യഹുജ്ജ മിൻ അസ്ലാബി റിജാലി വ അർഹാമിൽ ഉമ്മഹാത്ത്. നോക്കണം. അപ്പോ ഭാവിയിൽ അഥവാ പിൽക്കാലത്ത് ജനിച്ചു വരാനുള്ള പിതാക്കന്മാരുടെ നട്ടെല്ലുകളിലും ഉമ്മമാരുടെ അർഹാമുകളിൽ, ഗർഭപാത്രങ്ങളിലും പിന്നീട് ജനിച്ചു വരാൻ സാധ്യതയുള്ള, അഥവാ പിൽക്കാലത്ത് ജനിച്ചു വരുന്ന, അഥവാ ഈ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ കടമപ്പെട്ടവർ, ഭാഗ്യം കിട്ടിയവർ, വെളിയാളം കേട്ടവർ എന്തു ചെയ്യും? അവര് എല്ലാത്തിനും വിളിക്ക് ഉത്തരം കൊടുത്തു. എന്താണ് ഉത്തരം കൊടുത്തത്? പിൽക്കാലത്ത് ജനിച്ചു വരുന്ന ആളുകളിൽ പെണ്ണുങ്ങളിലും ഹജ്ജിന് ഭാഗ്യം കിട്ടുന്നവർ
ഹജ്ജ് ചെയ്യാൻ കഴിയുന്നവർ, അതിനുള്ള അവസരം കിട്ടുന്നവർ പെണ്ണുങ്ങളും ആണുങ്ങളും ഉമ്മയുടെ ഗർഭപാത്രങ്ങളിൽ വെച്ച് പിതാക്കന്മാരുടെ നട്ടെല്ലുകളിൽ വെച്ച് എത്രയോ കാലശേഷം വർഷങ്ങൾക്ക് ശേഷം വരുന്നവരാണ് അവർ. എങ്കിൽ പോലും അവർ ഉത്തരം നൽകി. എന്ത്? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക്. അല്ലാഹുവേ, നിന്റെ വിളിയാളത്തിന് ഞങ്ങൾ ഉത്തരം നൽകുന്നു എന്ന് ഉമ്മയുടെ ഗർഭപാത്രങ്ങളിൽ രൂപാന്തരപ്പെടാത്ത, പിൽക്കാലത്ത് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം ജനിക്കാൻ പോകുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും പിതാക്കന്മാരുടെ നട്ടെല്ലിൽ അവരുടെ ബീജത്തുള്ളികൾ ആയിട്ടില്ല, ഇപ്പോൾ പിന്നീടതാകും. അങ്ങനെയുള്ള കാലഘട്ടത്തിൽ പോലും ഹജ്ജിന് പോകാൻ ഭാഗ്യം കിട്ടിയവർ, ഹജ്ജ് ചെയ്യുന്നവർ, ആ വിളിയാളത്തിന് അവർ ഉത്തരം കൊടുത്തു. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക്. അല്ലാഹുവേ, നിന്റെ വിളിക്ക് ഉത്തരം നൽകി ഞങ്ങളിതാ പുറപ്പെടുന്നു, ഞങ്ങളിതാ വന്നിരിക്കുന്നു, ഞങ്ങളിതാ വരുന്നു. നോക്കുക, 4000 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ഒരു കാര്യം വിശുദ്ധ ഖുർആൻ സൂറത്ത് അൽ ഹജ്ജിൽ കൂടി നമുക്ക് വിശദീകരിച്ച് തരികയാണ്. എങ്ങനെയാണ് അവർ വരുന്നത്? യഅ്തൂക റിജാലൻ, മശാത്തൻ, നടന്നുകൊണ്ടുവരും. വഅലാ കുല്ലി ളാമിരി യഅ്തീന മിൻ കുല്ലി ഫജ്ജിൻ അമീക്. വയർക്കുബാനൻ, വാഹനങ്ങളിലും വരും. അലാ കുല്ലി ളാമിരിൻ ഐ ബഈരിൻ, മെലിഞ്ഞൊട്ടിയ ഒട്ടകങ്ങളിൽ അവിടെ വരും. യഅ്തീന മിൻ കുല്ലി ഫജ്ജിൻ അമീക്, വിദൂര ദേശങ്ങളിൽ നിന്ന്. ത്വരീഖിൻ ബഈരിൻ, വളരെ ദൂരമുള്ള ദിക്കുകളിൽ നിന്ന് വാഹനപ്പുറത്തും, അന്നൊക്കെ ഒട്ടകമാണല്ലോ, ഒട്ടകപ്പുറത്തും മറ്റു വാഹനങ്ങളിലും, അതുപോലെ മക്കയുടെ പരിസര പ്രദേശത്തുള്ളവർ നടന്നും. നമ്മളെ ഇന്ത്യയിൽ നിന്ന് പോലും നടന്നുപോയ ആൾക്കാർ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഈ അടുത്ത കാലത്തൊക്കെ. ബഹുമാനപ്പെട്ട ആദിപിതാവായ ആദം നബി അലൈഹി ഇസ്ലാം ശ്രീലങ്കയിൽ നിന്ന് നടന്ന് നമ്മുടെ കേരളം വഴി നടന്ന് ഹജ്ജിന് പോയ ചരിത്രങ്ങളും നമ്മളിലുണ്ട്. ഈ അടുത്ത സമയത്ത് നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ നടന്ന് ഹജ്ജിന് പോയ ചരിത്രങ്ങളൊക്കെ, സംഭവങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ നടന്നുകൊണ്ടും വാഹനപ്പുറങ്ങളിലും അവർ വരും, മക്കയെ ലക്ഷ്യം വെച്ചുകൊണ്ട്. അങ്ങനെ ഒരു ദിവസമാണ് ഇന്ന് ഹജ്ജിന്റെ അറഫയിൽ, അറഫ മലയിൽ ലക്ഷോപലക്ഷം ഹജ്ജുമമാർ സമ്മേളിച്ചിരിക്കുന്ന സമയമാണ് ഇപ്പോൾ. ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ന് അറഫയാണ്, നമ്മുടെ നാട്ടിൽ നാളെയാണ് അറഫ. ആ വിളിയാളം കേട്ടവർക്കാണ് അവിടെ ഹജ്ജിന് പോകാൻ ഭാഗ്യം കിട്ടിയിരിക്കുന്നത്. ആ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ടാണ് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക തൽബിയത്ത് ചൊല്ലിക്കൊണ്ട് അവർ പോകുന്നത്. ഇപ്രാവശ്യത്തെ ഹജ്ജിൽ നമ്മൾ അറിയുന്നവർ, നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ ഉസ്താദുമാർ, സംഘടനാ നേതാക്കൾ, നമ്മുടെ അയൽക്കാർ, നമ്മുടെ നാട്ടുകാർ, ഇങ്ങനെ ഒരുപാട് പേര് ഹജ്ജിന് പോയിട്ടുണ്ട്. മറ്റു രാജ്യങ്ങളിൽ നിന്നും പോയിട്ടുണ്ട്. ലക്ഷോപലക്ഷം ഹാജിമാർ, ഹജ്ജുമ്മമാർ ഹജ്ജിന് പോയിട്ടുണ്ട്. ഇന്നവർ അറഫയിൽ സമ്മേളിച്ചിരിക്കുകയാണ്. ഹജ്ജിന് പോയവരിൽ ഹജ്ജുമ്മമാരായും ഹാജിമാരായും ഇതിനു മുൻപ്, ഈ ദിവസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടവരും നമ്മളെ കൂട്ടത്തിലുണ്ട്, നമ്മൾക്കറിയുന്നവരുണ്ട്. അപ്പോ ഈ ഒരു ഭാഗ്യം, ഈ ഒരു സന്ദർഭം നമ്മൾക്കൊക്കെ വേണം. അത് ഏത് സമയങ്ങളിലും അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ, ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിളിച്ച വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ് യഅ്തൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅ്തീന മിൻ കുല്ലി ഫജ്ജിൻ അമീക് എന്ന് പറഞ്ഞ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിളിച്ച വിളിയാളത്തിന് ഉത്തരം കിട്ടുന്ന ആ സാധുക്കളിൽ ഞങ്ങളെയും നീ ഉൾപ്പെടുത്തണേ അല്ലാ എന്നുള്ള പ്രാർത്ഥനയും ദുആയും എപ്പോഴും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കണം. ഉംറയ്ക്ക് പോകാൻ അവസരം കിട്ടുന്നവർ ഉംറയ്ക്ക് പോകണം. ഹജ്ജിന് അവസരം കിട്ടുന്നവർ ഹജ്ജിന് പോകണം. സമ്പത്തുകളെല്ലാം കൂട്ടിവെച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം പോകാം എന്ന് കരുതരുത്. അവസരം എപ്പോൾ കിട്ടുന്നുവോ ആ സമയത്ത് തന്നെ ഹജ്ജ് കർമ്മം നിർവഹിക്കണം.
ആരോഗ്യമുള്ള സമയത്ത് ഇബാദത്തുകൾ ഊർജ്ജസ്വലതയോടുകൂടി, ആവേശത്തോടുകൂടി, സിഹത്തോടുകൂടി, ആഫിയത്തോടുകൂടി നിർവഹിക്കാൻ പറ്റുന്ന സമയത്ത് തന്നെ പോയി ഹജ്ജ് നിർവഹിക്കണം. പേരിനല്ല, പ്രശസ്തിക്കല്ല, പിന്നെ അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കിക്കൊണ്ട് അവസരം കിട്ടുന്ന സമയത്ത് തന്നെ ഹജ്ജ് നിർവഹിക്കണം. നമ്മളിൽ ചിലർക്കൊരു ഉദ്ദേശമുണ്ട്, മക്കൾ കെട്ടിക്കാൻ വിവാഹപ്രായം എത്തിയാൽ അവരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീടൊക്കെ വച്ച് മക്കളെയൊക്കെ ഒരു നിലയ്ക്കാക്കി അവർക്കുള്ള ജീവിതങ്ങളൊക്കെ കരുപ്പിടിപ്പിച്ച് അവസരം കിട്ടുമെങ്കിൽ ലാസ്റ്റ് അവസാനം പോകാം എന്ന് കരുതുന്ന ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. സമ്പത്തുണ്ടെങ്കിൽ പോലും, പൈസ ഉണ്ടെങ്കിൽ പോലും, ആരോഗ്യമുണ്ടായ സമയത്ത്, സമ്പത്തുണ്ട്, ഹജ്ജിന് പോകാൻ എത്ര ചെലവാകുമോ, ഉംറയ്ക്ക് പോകാൻ എത്ര ചെലവാകുമോ, ആ സമ്പത്ത് കയ്യിലുണ്ടോ ഉടനെ പോകണം. നാളെ ആവട്ടെ നാളെ നീളെയായി പോകും. ചിലപ്പോൾ അവസരവും കിട്ടുകയില്ല. നമ്മൾ അറിയുന്ന കോടാനകോടി രൂപയുടെ ഉടമസ്ഥന്മാരായ ആൾക്കാർ, പണക്കാർ പോലും ഈ ഹജ്ജിന് ഭാഗ്യം കിട്ടാതെ മരിച്ചുപോയ എത്രയോ ആൾക്കാരുണ്ട് നമ്മുടെ ഇടയിൽ, നമ്മൾ അറിയുന്നതും അറിയാത്തതുമായ ആൾക്കാർ. അപ്പോൾ ഹജ്ജിനും ഉംറയ്ക്കുമുള്ള അവസരം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ സാമ്പത്തികമായ പൈസ, യാത്ര ചെയ്യാനുള്ള അവസരം, വാഹന സൗകര്യം, പോകാനുള്ള രേഖകൾ, ഹജ്ജിൻ്റെയും ഉംറയുടെയും രേഖകൾ, പാസ്പോർട്ട്, ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ കർമ്മം നിർവഹിക്കണം. ജീവിതത്തിൽ ഒരു പ്രാവശ്യം അത് നിർബന്ധമാണ്, ഹജ്ജും ഉംറയും. അനവധി സമയം ചെയ്യാൻ ഭാഗ്യം കിട്ടിയവരുണ്ട്. എൻ്റെ ജ്യേഷ്ഠൻ, എൻ്റെ ഭാര്യയുടെ ജ്യേഷ്ഠത്തി അഥവാ മണ്ണടി അലി മൗലവി, എൻ്റെ ഭാര്യയുടെ ജ്യേഷ്ഠത്തി സുഹറ ചേട്ടത്തിയാണ് കല്യാണം കഴിച്ചത്, മണ്ണടി അലി മൗലവി. എത്രയോ ഹജ്ജുകൾ ചെയ്യാൻ ഭാഗ്യം ലഭിച്ച മഹാനാണ്. അള്ളാഹു അവരുടെ ഹജ്ജൊക്കെ സ്വീകരിച്ച് സ്വർഗത്തിൽ ഉന്നതമായ ദറജ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ അതുപോലെ ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് പ്രാവശ്യം ഹജ്ജ് ചെയ്യാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. നമുക്കും കുടുംബസമേതം മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും മർളിയായ സിയാറത്തുകളൊക്കെ നല്ല രീതിയിൽ ചെയ്യാൻ അള്ളാഹു എത്രയും പെട്ടെന്ന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആഫിയത്തോടെ, നല്ല രീതിയിൽ സിഹത്തോടെ ഹജ്ജ് കർമ്മങ്ങൾ, ഉംറ കർമ്മങ്ങൾ, സിയാറത്ത് കർമ്മങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ കുടുംബസമേതം ചെയ്യാൻ സാധുക്കളായ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അതിനുള്ള വഴി ഒരുക്കി തരട്ടെ. സാമ്പത്തികമായ സൗകര്യങ്ങൾ, യാത്രാ സൗകര്യങ്ങൾ, ആഫിയത്ത്, ആരോഗ്യമായ സൗകര്യങ്ങളെല്ലാം അള്ളാഹു നമുക്ക് ഒരുക്കി തന്ന് മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും മർളിയായ സിയാറത്തും ചെയ്യാൻ അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകട്ടെ. നമ്മുടെ മക്കൾക്കും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും, നമ്മുടെ കുടുംബ ബന്ധുക്കൾക്കും സഹോദരങ്ങൾക്കും സ്നേഹജനങ്ങൾക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ വർഷം ഹജ്ജിന് പോയിട്ടുള്ള ഒരുപാട് പേരുണ്ട്, നമ്മൾ അറിയുന്നവരുണ്ട്, നമ്മളോട് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്, നമ്മൾ ദുആ ചെയ്യാൻ പറഞ്ഞതുണ്ട്, സംഘടനാ നേതാക്കളുണ്ട്, നമ്മുടെ നാട്ടുകാരുണ്ട്, നമ്മുടെ ഉസ്താദുമാരുണ്ട്. ഒരുപാട് പേര് നമ്മൾക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചവരുണ്ട്. അള്ളാഹു അവരുടെയൊക്കെ കർമ്മങ്ങൾ, ഹജ്ജ്, ഉംറ, മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും മർളിയായ സിയാറത്തൊക്കെ അള്ളാഹു സ്വീകരിക്കുന്ന ഹജ്ജാക്കി മാറ്റട്ടെ. അള്ളാഹു അവരുടെ കർമ്മങ്ങളൊക്കെ സൂക്ഷ്മമായി നിർവഹിച്ചുകൊണ്ട് വളരെ സുരക്ഷിതമായി ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അവരവർ ജീവിക്കുന്ന രാജ്യങ്ങളിൽ, സ്ഥലങ്ങളിൽ എത്തിപ്പെടാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒരു ബുദ്ധിമുട്ടും വരുത്താതെ ലക്ഷോപലക്ഷം ഹാജിമാർ ഹജ്ജ് നിർവഹിച്ചുകൊണ്ട്, അമലുകൾ പൂർത്തിയാക്കിക്കൊണ്ട് അവരുടെ രാജ്യങ്ങളിൽ, അവരുടെ താമസ സ്ഥലങ്ങളിൽ സുരക്ഷിതരായിക്കൊണ്ട് സന്തോഷത്തോടെ എത്താൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമുക്കും അതിന് ഭാഗ്യം നൽകട്ടെ. ഈ വർഷം ഹജ്ജ് ചെയ്യുന്ന ഹജ്ജുമ്മമാർ, ഹജ്ജാജികളുടെ ദുആകളിൽ സാധുക്കളായ നമ്മെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. എല്ലാവരും ഈ ഒരു ഹജ്ജ് ഉംറ നിർവഹിക്കുന്നതിന് വേണ്ടിയുള്ള ദുആ എപ്പോഴും ചെയ്യണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മൾ ഇന്ന് മണ്ണം പറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, ഗുരുവര്യന്മാർ, നമ്മുടെ ഇഷ്ടജനങ്ങൾ എല്ലാവരുടെ ഖബറുകളും അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. സ്വർഗത്തിൽ അവരെയും നമ്മയും അള്ളാഹു ഒരുമിച്ച് കൂട്ടട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 2026 ഹജ്ജിന് ഹജ്ജാജിമാർക്ക് എല്ലാവിധമായ ആശംസകളും നേരുന്നു. അള്ളാഹു എല്ലാം സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.